ആ രമേശാ, ഒരു ചായ എടുത്തോ. ശരി. ഞാൻ ഈ സെയ്തലിക്കാരൻ കണ്ടിട്ട് വരാം. അല്ല എന്തെത്തപ്പ നമ്മള് ബാലന്റെ കഥ? ഒരു ചായ പറഞ്ഞിട്ട് കുടിക്കാൻ പോലും നേരമില്ല. മണ്ടലോടെ മണ്ടല. ഈ വെടിക്കെട്ടിന്റെ ഇടയിൽ നായ കുടിക്കാൻ മാറിയാ എങ്ങോട്ടാ പോണ്ടെന്ന് ഓനെന്നെ നിശ്ചയില്ല. വല്ലാത്തൊരു പകനോ. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ഭൂമിയിൽ നൈമിഷികമാണ് ഈ ജീവിതം. മനുഷ്യ ഉസാറായിക്കണ്. നിന്റെ ഈ ആർക്കും മനസ്സിലാവാത്ത പോലുള്ള പാട്ട് മർത്താനൊന്നും ഇവിടെ വേണ്ട. ഈ ഗേറ്റിന്റെ മുകളിൽ വെച്ച് സിംഹത്തെ പോലെ രണ്ടെണ്ണം ഇവിടെ വന്നിരുന്ന് ചിലക്കുമ്പോഴേ ഇറങ്ങിപ്പോവാൻ പറയാത്ത എന്തുകൊണ്ടാന്നറിയോ? എന്തുകൊണ്ടാ? വേറെ എവിടെ പോയിരുന്ന് ചിലക്കാൻ സ്ഥലമില്ലോന്ന് ഓർത്തിട്ടാ. എടാ 10 പൈസ ഉപകാരം രണ്ടിനും കൊണ്ടില്ല. പിന്നെ ഇവിടെ വരണവരും കൂടി മുടക്കാതിരിക്കാ. അവന്റെ ഒരു പാട്ട് അത് വിസയാക്കണ്ടോ. അധ്വാനിച്ച് ജീവിക്കണ അഹങ്കാരാണ്. ബുദ്ധി ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മളെന്താ കാട്ടുക? രമേശ ഒരു ചായ എടുത്തോളി. അതെ, ഇപ്പൊ തന്നെ 350 റുപ്യ പറ്റും. 150 റുപ്യ എനിക്ക് ഇങ്ങോട്ടുള്ള. അതെങ്ങനെ? അല്ല, ഇന്നലെ ഒരു കിലോ നത്തോലി മീനും കൂടെ മേടിച്ചായിരുന്നു. 1 കിലോ നത്തോലിക്ക് 500 റുപ്യ. 500 റുപ്യക്ക് കിട്ടിയ ഭാഗ്യം. ഇങ്ങോട്ട് വന്നേ. അതെ, ഈയിടെ ഒരു സിനിമ ഇറങ്ങി. നത്തോലി ഒരു ചെറിയ മീനല്ലാന്ന് പറഞ്ഞു. അതിനുശേഷം നത്തോലി മീനിന് ഭയങ്കര പിടിയും വലിയ. ഇപ്പൊ സിനിമാക്കാർ കംപ്ലീറ്റ് അടിക്കും നത്തോലി മീന. അതുകൊണ്ടൊരു ചായ ഗാനമഞ്ജരിയിലെടുത്ത ഗാനം നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന പടത്തിൽ ഗാനരചന അനു എലിസബത്ത് ജോസ്, സംഗീതം ചായ കൊടുക്കണോ എടുക്കണോ? ശരിയല്ലേ? ഞാൻ എന്റെ ലൊക്കടെ മിക്സ് ഉണ്ടാക്കി കുത്തിരിക്കല്ലേ. ചതിക്കല്ലേ, അത് കൊണ്ടുവന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. അമ്മിയിൽ അരക്കാൻ പറയട്ടോ ഓളോട്. അതിനൊക്കെ ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ കിട്ടുമോ ചെയ്താലിക്ക? നിങ്ങൾ അതുകൊണ്ട് തരി. സ്കൂൾ വിട്ടാലും നീ കുടിയിലേക്ക് എത്താൻ പാതിരാവുന്ന കരുതപ്പോ ഞാൻ അത് ആമിനാന്റെ കൈ കൊടുത്തു വിട്ട്. അത് നന്നായി. ചെയ്താലിക്ക, അതെ, ഞാൻ നമ്മുടെ ആ അമ്പലത്തിന്റെ പുറമുളപ്പിന്ന് ഒരു 8 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നില്ലേ, അതിലൊരു വീട് വെക്കാനുള്ള പരിപാടിയിലാ. നിങ്ങൾ ഇതൊക്കെ നോക്കിട്ടൊരു അഭിപ്രായം പറയും. ഇത് വീടിന്റെ പ്ലാനാ? വീടിന്റെ പ്ലാന് 8 സെന്റ് സ്ഥലം 4-5 വീടിന്റെ പ്ലാനോ? ഒന്ന് വെച്ചാ മതിയല്ലോ. ഇത് എനിക്ക് കാണിച്ചിട്ടെന്താ? ഞാൻ ഇതിന്റെ ഒക്കെ ആളല്ലേ. ഈ ഒരു കാര്യം ചെയ്യും, ഈ 8 സെന്റ് സ്ഥലത്ത് വീടുണ്ടാക്കിയിട്ട് മിക്സിയോ പോലെ ഫാനൊക്കെ കേടാക്കി എന്നിട്ട് കൊണ്ടുപോവാ, ഞാൻ നന്നാക്കി തരാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിന് പറ്റിയ ഒരാളുണ്ട്. ആരാ? കാര്യന്താ? പ്രഹ്ലാദൻ സാറല്ലേ? സാറുണ്ട്, കാര്യം പറയൂ. ഞാൻ കുറച്ച് ടെൻഷനിലാണ്. ഞാനൊരു പ്ലാനിന്റെ കാര്യം സംസാരിക്കാനാണ്. വീടാണോ കടയാണോ? വീടാണ്. സാറില്ലേ, നിങ്ങൾ അച്ഛനെ വിളിക്കൂ. വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ടൗണിലാണോ? എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? പറയൂ. മോനെ, ഞാനൊരു സ്കൂളിലെ പ്യൂണാണ്. എനിക്ക് ഇവിടുന്ന് പോയിട്ട് ഒരുപാട് ജോലി തിരക്കുള്ളതാ. മോൻ പോയിട്ട് അച്ഛനെ ഒന്ന് വിളിക്ക്, വെറുതെ ആളെ കറക്കല്ലേ. ചെല്ലേ. നോക്കൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാറ് ഞാൻ തന്നെയാണ്. പ്രഹ്ലാദൻ? അതെ. ഈ ടെൻഷൻ ഫ്രീ കൺസ്ട്രക്ഷന്റെ പ്രഹ്ലാദൻ സാറ്? എന്നാ പിന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഒന്ന് ഫ്രീ ആയിക്കൂടെ സാറേ? എന്നാലല്ലേ വല്ലതും പറയാൻ പറ്റൂ. നമ്മള് ഇങ്ങനത്തെ ഒരു പ്ലാനാ ഉദ്ദേശിക്കുന്നത്. നോക്കട്ടെ. ഓ, വാട്ട് എ വണ്ടർഫുൾ പ്ലാൻ. എന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ ഇത്ര കൃത്യമായി ഇത്ര ഭംഗിയോട് കൂടി ഒരു പ്ലാൻ വരച്ചു കൊണ്ടുവന്നിട്ട് ഒരു പ്ലാൻ വേണമെന്ന് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനു മുമ്പ് ആർക്കെങ്കിലും പ്ലാൻ വരച്ചു കൊടുത്തിട്ടുണ്ടോ? ഇതിപ്പോ നമ്മുടെ ഒരു ആവശ്യമാണല്ലോ. പേരെന്താ പറഞ്ഞേ? ബാലൻ. നിങ്ങളൊരു പ്യൂൺ അല്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഒരു എഞ്ചിനീയർ ആയാലേ. എഞ്ചിനീയറിംഗ് താല്പര്യമുണ്ടോ? ഡോക്ടർ ആവാനായിരുന്നു മോഹം. ഡോക്ടറുടെ ഉള്ളിലും ഒരു എഞ്ചിനീയർ ഉണ്ട്. പക്ഷെ രണ്ടിനും എൻട്രൻസ് ഉണ്ടല്ലോ, അതും പോയിട്ടില്ല. ഇതിലേ നമുക്ക് കുറച്ച് വേരിയേഷൻസ് വരുത്തേണ്ടി വരും. അത് ഞാൻ ശരിയാക്കി തരാം. ചെറിയ ചില ചേഞ്ചസ്. റൂഫ് മാറ്റി കോൺക്രീറ്റ് ആക്കി. വേണ്ട, ഓട് മതി, ഇതൊന്നും നിൽക്കില്ലാന്നേ. അതൊക്കെ ഞാൻ നിർത്തി തരാം. സുഹൃത്തെ, മച്ചടിച്ച മരത്തിന്റെ വീടാ ഉദ്ദേശിക്കുന്നത്, പഴയ ടൈപ്പ് നാട്ടിലേക്ക് പോലെ. ചേട്ടാ, ചെലവിന്റെ കാര്യത്തിൽ മരത്തിന്റെ പണിക്കൂലി വരില്ല വാർപ്പിന്. അതെയോ? പിന്നെ ഓട് നിർബന്ധമാണെങ്കിൽ നമുക്ക് കോൺക്രീറ്റിന് മേലിൽ പതിക്കാലോ. വാർത്തിട്ട് പിന്നെ ഓട് പതിക്കേ. വാർക്കാൻ പൈസ ഇല്ലാത്തോണ്ടാ ഓട് മതി പറയണത്. സാറ് പറയണ പോലെ ചെയ്താ മതി ബാലേട്ടാ, കാണാനും നല്ല ഭംഗിയുണ്ടാവും. കുന്താണ്. നമ്മുടെ ആ പെരാൽപട്ടരുടെ വീട് പണിതിട്ട് കൊല്ലത്രയായി. അതിന് എന്നിട്ട് ഇപ്പഴല്ലേ അവർ ഓട് പതിച്ചത്. എന്തൊരു ഭംഗിയാന്നറിയോ കാണാൻ. അത് ഭംഗിക്കാവില്ല, ചോർന്നിട്ടാവും. മരത്തിന്റെ വീടാവുമ്പോ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പണിയണം. കോൺക്രീറ്റ് ആവുമ്പോ ആയുഷ്കാലം തിരിഞ്ഞു നോക്കണ്ടല്ലോ. നിങ്ങൾ 2 ബെഡ്റൂം അല്ലേ പറഞ്ഞേ? അതെ. പക്ഷെ ഈ പ്ലാൻ പ്രകാരം നമുക്കിതിൽ 4 കിട്ടും. 3 റൂം താഴെയും 1 മേളിലും. അല്ല, ഈ പ്ലാനൊക്കെ നമ്മൾ വരയ്ക്കുന്ന പോലെയാണല്ലോ. എന്ത് വേണമെങ്കിൽ വരയ്ക്കാലോ. പക്ഷെ ഇത് നിക്കില്ലാന്നേ, ബഡ്ജറ്റിൽ നിക്കണ്ടേ. അതൊക്കെ നിർത്താം. ശരിക്കും 4 ബെഡ്റൂം വേണേട്ടാ. നിന്റെ തലക്കെന്താ ഓളണ്ട സുമേ, കാര്യം അറിയാതെ. ലുക്ക്, ഈ വെന്റിലേഷൻ അത് ക്രോസ് വെന്റിലേഷൻ ആയിരിക്കണം. കിച്ചൺ ഇവിടെ വന്ന ബാത്റൂം ഇവിടെ പറ്റില്ല. കണ്ടോ? അപ്പൊ ഡോർ ഇങ്ങോട്ട് മാറ്റേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ പ്ലേസ് നഷ്ടവും. ഇതിപ്പോ എന്തായാലും മൊത്തത്തിൽ നഷ്ടാവും.
മുടക്ക് പറയില്ലേ ബാലേട്ടാ. പിന്നെയുള്ളത് ബാത്റൂം. ഉം. അത് അറ്റാച്ച്ഡ് ആയിരിക്കണം. നാളെ വയസ്സാവുന്ന് പഴി ചിന്തിക്കണ്ടേ? അപ്പൊ വേറൊന്നുള്ളിലും, കോമൺ ഒന്ന് പുറത്തും, ഒന്ന് അപ്സ്റ്റെയറിലും. ഓ അപ്പൊ വീട് മൊത്തം ബാത്റൂമാ? എങ്ങനെ, പ്ലാൻ ഇഷ്ടമായ? പ്ലാൻ തിരക്കടൊന്നുമില്ല. ബാലേട്ട ഇത് മതി. ഈ പ്ലാൻ നല്ലതാണല്ലോ, നമുക്കിത് മതിനേ. ഇതൊന്നും ബഡ്ജറ്റിൽ നിൽക്കില്ല സുമേ. സി, ഞാനെല്ലാം ലോ കോസ്റ്റിലാണ് ചെയ്തു കൊടുക്കാറ്. ഇത് നമുക്ക് 10 രൂപയല്ലേ വരൂ. 10 എന്ന് പറഞ്ഞ 10 ലക്ഷോ? അതെ, 10 ലക്ഷം. എസ്റ്റിമേറ്റ് നോക്കൂ. അത് പിന്നെയും കൂടി. ഇത് 12 ലക്ഷത്തിന്റെ അല്ലേ? പക്ഷെ 10 പണി തീരും. എസ്റ്റിമേറ്റിൽ നമ്മൾ 12 കാണിച്ച് അത്രയും തുക നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. ആഹാ. 10 പണി തീർത്തിട്ട് ബാക്കി 2 ലക്ഷം രൂപ ഏതെങ്കിലും പ്രൈവറ്റ് ബാങ്കിൽ നിക്ഷേപിച്ചാൽ അതിന്റെ പലിശ കൊണ്ട് ലോൺ അടവ് തീരും. എങ്ങനെയുണ്ട് ഐഡിയ? ഇതൊന്നും ആർക്കും അറിയില്ല. അതെ, എന്നാ പിന്നെ നമുക്ക് 12 ലക്ഷം ലോൺ എടുക്കാം. എന്നിട്ട് 6 പണി തീർക്കുക. 6 ലക്ഷം ബാങ്കിലിട്ടാ അതിന്റെ പലിശ കിട്ടുമല്ലോ. ചേട്ടാ മാക്സിമം പിടിച്ച് ചെയ്യാൻ നോക്കാം. കഴിഞ്ഞ തവണ ഇതുപോലെ 12 എടുത്തിട്ട് ഞാൻ 7.5-ക്കാണ് തീർത്തു കൊടുത്തത്. അതെല്ലേ? എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അതെ. അല്ലേ സുമേ? ഓക്കെ കാണാം. ഇത് വേണ്ടേ? ഓ, താങ്ക് യു. എത്ര ചെലവ് കുറച്ച് ചെയ്തു തരാന്ന് പറഞ്ഞാലും നമ്മൾ കൂടെ വേണം. അതെ അതെ. അല്ലെങ്കിൽ സംഗതി പാളും. ഉം. ഈ വീട് പണി കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ, അത് നമ്മൾ വിചാരിച്ചായിരിക്കും നടക്കൂല. അതിനൊക്കെ ഒരു സമയമുണ്ട്. എന്നാലോ കയ്യിൽ 5 പൈസ അല്ലെങ്കിലും അതങ്ങോട്ട് നടക്കുകയും ചെയ്യും. അച്ഛൻ എന്തെങ്കിലുമൊക്കെ സഹായിക്കൂലേ? ഞാൻ ഇവിടെ സ്ഥലം വാങ്ങിയതിന് അച്ഛനെ പിടിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ വീട് വെക്കാൻ പൈസ വെച്ച് എവിടുന്ന് കിട്ടാനാ? അതില് കാര്യമൊന്നുമില്ല ബാല. കുട്ടികൾ ഇപ്പൊ എന്ത് കാണിച്ചാലും അച്ഛനമ്മമാർക്കുള്ളിൽ സ്നേഹം ഉണ്ടാവൂ. ഇജ്ജ് അങ്ങോട്ട് തുടങ്ങ്, ബാക്കിയൊക്കെ പടച്ചോന് വിടുക. അതെ, ഒക്കെ നടക്കൂടോ. ഈ ധൈര്യമായിട്ടായിരുന്നു. അതേ നിവൃത്തിയുള്ളൂ. 5 പെൺകുട്ടികളപ്പോ എല്ലാരും പറഞ്ഞു ഞാൻ ഭാഗ്യമില്ലാത്തവനാണ്. 5നും കെട്ടിച്ചയച്ച് 5 പൈസ കടവില്ല. അപ്പൊ അതേ ആൾക്കാർ തന്നെ പറഞ്ഞ് ഓൻ ആൺകുട്ടിയാണ്. 6ാമത്തോനാ ബഷീർ. അവസാനത്തെ ആൺകുട്ടിയാണ്. സെയ്താലി രക്ഷപ്പെട്ടതെന്നൊക്കെ. എവിടെ ഓനെ കൊണ്ട് കഷ്ടപ്പെടുന്നു കണ്ടപ്പോഴാണ് ഞാൻ ഉള്ള വീടും കൂടി പണയം വെച്ചോനെ ഗൾഫിൽ കഴിച്ചത്. ഇതാണ് അവസ്ഥ. ഓൻ അവിടെ തന്നെ പെണ്ണും കെട്ടി 2 കുട്ടികളായിട്ട് കഴിയുക. ഞാനും ആമിന് ഇവിടെ ഈ തുരുമ്പം വെച്ചിട്ടു. ഉണ്ടായിട്ട് കാര്യമല്ല, അനുഭവിക്കാൻ യോഗം വേണം. സമയം നല്ലാണെങ്കിൽ ഒക്കെ നടക്കും. അതാ പറഞ്ഞേ, നീ പോയിട്ട് അച്ഛനൊന്ന് കാണും, സംഗതി പറയും. എന്തായാലും ആള് പോയി കാണുക. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് കടയിൽ കൊന്നല്ലേട്ടെ. എന്നാ ശരി. ഓ ബാല അടക്ക് അന്നെ ഒന്ന് കാണാൻ വേണ്ടി നിൽക്കുക. എന്താണാവോ? നമ്മൾ എന്റെ അയൽവാസിയാണല്ലോ. അതെ. അതുകൊണ്ട് തന്നെ അന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് കണ്ടാല് അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്തം ഞമ്മക്കുണ്ട്. അതുകൊണ്ട് ചോദിച്ചോ. അന്നെ പറ്റി ശരിയല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ടിക്കണം. ആഹാ, എന്താപ്പത്? അതായത് ഈ സ്കൂളിലെ പണി കഴിഞ്ഞാല് ബാക്കിയുള്ള സമയം വേറെന്തൊക്കെയോ പണിക്ക് പോയി കളയാന്നൊരു ന്യൂസ് നമ്മൾ കേട്ട്. ശരിയാ? അതിനെന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പമൊന്നോ? അതിന് ഇത്ര അതുപ്പരിച്ചു പോയ ബാല. എന്തിനാണ്ട് പോത്ത് നയിക്കണ പോലെ ഇങ്ങനെ നയിക്കണേ? അനക്ക് ആ നേരം കൊണ്ട് എന്തെങ്കിലും ചിന്തിച്ചൂടെ? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ദുനിയാവിൽ ചിന്തിക്കേ? എന്ത് ചിന്തിക്കാൻ? എന്തൊക്കെ കാര്യങ്ങളുടെ ചിന്തിക്കേ? സുക്കൂറേ, ഈ ചിന്തിക്കണ പോലെ ഞാൻ ചിന്തിച്ചാലേ എന്റെ കുടുംബം പട്ടിണിയാവും. അതുപോലെ എന്റെ കുടുംബത്തിൽ എന്റെ ഭാര്യ ചിന്തിച്ചുകൊണ്ടിരുന്ന ഈ പട്ടിണിയാവും. ഒരു കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ചിന്തിച്ചാ പോരെ? മതിയല്ലോ. പിന്നെന്താണ്? അത് ശരിയാ. സുക്കൂർക്കാ, ഓയ് എന്തായി? നിങ്ങളെന്താ അവിടെ നിക്കണ്? വന്നി വെള്ളത്തിലിട്ട് അരിയാട്ടി തന്നെ. അല്ല അതിപ്പോ ഇന്നെ ആട്ടണോ? ആട്ടണം. അപ്പൊ ബാല ഓൻ പോയോ? അല്ല ഓൻ പറഞ്ഞതിലൊരു കാര്യമുണ്ടല്ലോ, അത് ചിന്തിക്കാനുള്ളൊരു വകയുള്ളതാ. ഇന്നത്തെ ചിന്ത അതാവട്ടെ. അരിപ്പ നാളെ ആട്ടാലോ.